ഫ്രിസ്ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതിയ 2-3 മോഡൽസ് നമുക്ക് പുതിയതായിട്ട് 1:64 സ്കെയിൽ നമുക്ക് പുതിയതായിട്ട് കുറച്ച് മോഡൽസ് വന്നിട്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ 1:64 കുറച്ച് മോഡൽസ് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ബുറാഗോന്റെ 1:64 സ്കെയിൽ വന്നിട്ടുണ്ട്. പിന്നെ ടോമിക്ക ബ്രാൻഡ്, ആ ടോമിക്ക ബ്രാൻഡ് 1:64 സ്കെയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ടി എസ് സി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നമുക്ക് 1:64 സ്കെയിലിൽ കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് 1:64 സ്കെയില് ബുറാഗോന്റെ സിഗ്നേച്ചർ സീരീസ് ഫസ്റ്റ് മോഡല് നമുക്ക് F12 TDF. അതിന്റെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. റിയൽ പെയിന്റ് ആണ്, ഗുഡ് ഫിനിഷിംഗ് ആയിരിക്കും, ഗുഡ് ക്വാളിറ്റി ആയിരിക്കും. ഫുള്ളി മെറ്റലാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഫുൾ നല്ല സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ തൊട്ട് അടുത്ത മോഡല് ലാക് ഫെറാറിന്റെ വൈറ്റ് കളറാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് കളർ, ഇതിന്റെ റെഡ് കളർ നമുക്ക് തൊട്ടടുത്ത ദിവസം നമുക്ക് സ്റ്റോക്ക് വരും. ഇത് വൈറ്റ് കളർ, ഇതിന് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ തൊട്ടടുത്ത മോഡല് 488 GTB യെല്ലോ ഷെയ്ഡ് വരുന്നത്. ഇത് നമുക്ക് സസ്പെൻഷൻ കാര്യങ്ങള് പെയിന്റിംഗ് ഒക്കെ അതിന്റെ ഇതെല്ലാം നല്ല ഫുൾ ഫിനിഷിംഗ് ഗുഡ് ക്വാളിറ്റി ആയിരിക്കും. പിന്നെ അടുത്തത് ഫെറാറിന്റെ 458 സ്പെഷ്യല്. അതിന് നിങ്ങൾക്ക് നോക്കി ഇതിന്റെ ഓരോ ഇതും നിങ്ങൾക്ക് എടുത്തെടുത്ത് കാണാൻ പറ്റും. സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ഫെറാറിന്റെ എല്ലാം സസ്പെൻഷൻ ഉണ്ടാവും. അടുത്ത മോഡല് ഫെറാറിന്റെ 599 GTO. ഇതിന് നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് നോക്കി നോക്കിയുള്ളൂ സസ്പെൻഷൻ കാണുന്ന കൺട്രോൾ ഉണ്ടോ, അടിപൊളി സസ്പെൻഷൻ കാര്യങ്ങളും ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നോക്കി ഓരോ സൈഡിലും ആ ഫെറാറിന്റെ ലോഗോ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീലിന്റെ മുകളിൽ വരെ ലോഗോ ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ലപോലെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഫ്രണ്ടിൽ അല്ലാതെ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ അതിന്റെ സ്റ്റിയറിംഗ് കാര്യങ്ങൾ സീറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് വണ്ടി എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫെറാറിന്റെ എല്ലാ വണ്ടിയിലും കൊടുത്തിട്ടുണ്ടോ. അത് ബുറാഗോ ആണ് ഫെറാറി ലൈസൻസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത മോഡല് 458 സ്പൈഡറിന്റെ ബ്ലൂ കളറ് വണ്ടി നോക്കി നിങ്ങള്. മേളിലൊക്കെ ഓപ്പൺ ടൈപ്പ് ആണ്. അതിന്റെ എല്ലാം നിങ്ങൾക്ക് എടുത്ത് കാണട്ടെ. അതിന്റെ സീറ്റ്, അതിന്റെ സ്റ്റിയറിംഗ് എല്ലാം ഗുഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ആയിരിക്കും. പിന്നെ അതിന്റെ എല്ലായിടത്തും അതിന്റെ ലോഗോ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത മോഡല് എൻസോ ഫെറാറി, അതിന്റെ ബ്ലാക്ക് കളറ്. ഇതിന് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അതിനും ലോഗോ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിനിഷിങ് നമുക്ക് എടുത്ത് പറയണ്ട, അതിന്റെ ഫിനിഷിങ് അതിന്റെ അത്രയും ക്വാളിറ്റി അതിന്റെ ഫിനിഷിങ് എല്ലാം വരുന്നത്. പിന്നെ തൊട്ട അടുത്ത മോഡല് SF90 സ്ട്രൈഡൽ, അതിന്റെ റെഡ് കളറ്. നമുക്ക് ഇതിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട് കണ്ടോ. ഇതിന് ഡോർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. മറ്റൊന്നും നിങ്ങൾക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഡോർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനും അതിന്റെ ലോഗോ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിന്റെ അവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൊട്ട് അടുത്ത മോഡല് ഫെറാറി മോൺസ SP1, അതിന്റെ ഗ്രേ കളറ്. ഇതിന് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ എല്ലാം നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. ഇനി അടുത്ത നാളെ എല്ലാം കൂടുതൽ നമുക്ക് എൻക്വയറി ചെയ്തതായിട്ടാണ് F40ന്റെ ഫിനിഷിങ് നോക്കി. എന്താ ഫിനിഷിങ് എല്ലാം, ആ പെയിന്റിങ്ങും കളറും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഫെറാറിന്റെ സിഗ്നേച്ചർ സീരീസ് വരുന്നത്. ഇതെല്ലാം ഫെറാറി 1:64 ആണ്. അവരെ എല്ലാ സീരീസും വരുന്നത് എല്ലാം സസ്പെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിന്റെ ലോഗോ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് തൊട്ടടുത്ത മോഡലിലേക്ക് പോവാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ടോമിക്കേന്റെ 1:64 നമുക്ക് കുറെ മോഡൽസ് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഫസ്റ്റ് വന്ന് ടൊയോട്ട യാരിസ് ക്രോസ് എന്ന് നോക്കിയാള്. അതിന്റെ വീലിലേക്കൊക്കെ ഒന്ന് നോക്കി നിങ്ങള്. അതിന്റെ നമ്മുടെ വീൽ കപ്പ്, പിന്നെ അതിന്റെ അലോ വീലൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടാ അതിന്റെ ലോഗോ കാര്യങ്ങളെല്ലാം അത്രയും ക്വാളിറ്റി ആട്ടോ. ടോമിക്ക ബ്രാൻഡ് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവർക്കും അറിയും. അങ്ങനെ ടൊയോട്ട ഞാൻ പറഞ്ഞത് മാത്രമേ, ടോമിക്ക നമുക്ക് ഇതിന്റെ കുറെ മുന്നേ നമുക്ക് വന്നത്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ടോമിക്ക ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത്. ഇനി തൊട്ട് അടുത്ത മോഡല് ബെൻസിന്റെ EQ, അതിന്റെ ബ്ലാക്ക് കളറാട്ടോ. ഫ്രണ്ടിലേക്ക് വന്നാൽ അതിന്റെ ലോഗോ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഫ്രണ്ടിൽ വന്നിട്ടുണ്ടാവും, ബോണറ്റിന്റെ മുകളിൽ വന്നിട്ടുണ്ടാവും, പുറകിലും ഒക്കെ അതിന്റെ ലോഗോ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിനൊക്കെ വീലൊക്കെ വരുന്നൊക്കെ റബ്ബർ വീലാട്ടോ വരുന്നത്. ഇനി അടുത്ത ബുഗാട്ടി ഷിറോണിന്റെ ബ്ലൂ കളറാട്ടോ. അതിന് നോക്കി നിങ്ങൾ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം അടിപൊളിയാട്ടോ. ഇനി നമ്മൾ ടോമിക്ക ബ്രാൻഡ് വരുന്ന എല്ലാം മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് കേട്ടോ ടോമിക്ക ബ്രാൻഡ് വരുന്നത്. ഇനി നേരെ അടുത്തിലേക്ക് വന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ. അത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു സാധനം കേട്ടോ. അതിന്റെ സൈസ്, പിന്നെ അതിന്റെ ലോഗോ, വീല്,
താഴത്തോട്ട് വന്നാൽ അതിന്റെ കറക്റ്റ് എല്ലാം ഇതും കൊടുത്തിട്ടുണ്ടാവും. ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം വരുന്നത്. ടോമിക്ക എന്നാണ് ബ്രാൻഡാണ്. എല്ലാം മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. അതിന്റെ ഉള്ളിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കറക്റ്റ് നമുക്ക് കാണാം കേട്ടോ. സീറ്റ്, സ്റ്റിയറിങ്, അതിന്റെ ബോണറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ നേരെ നമ്മൾ അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്സുബിഷിന്റെ ഔട്ട്ലാൻഡർ, അതിന്റെ റെഡ് കളർ, അതിന്റെ കറക്റ്റ് നമ്മൾ ലോഗോ ഫ്രണ്ടിലേക്കാണ് നിങ്ങൾക്ക് കാണാം കേട്ടോ. ശരിക്കും ലോഗോ നോക്കി നോക്കി, ലോഗോ അവിടെ ഫ്രണ്ടിൽ അതേപോലെ തന്നെ പുറകിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം പക്കയായിരിക്കും. നേരെ വന്ന ടൊയോട്ട വോക്സി. വോക്സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടിയായിരിക്കും. വേണ്ട ഫിനിഷിങ് ഒരു രക്ഷയില്ല കേട്ടോ. ഫിനിഷിങ് അതിന്റെ ഉള്ളിലേക്ക് ആ സീറ്റില്, സ്റ്റിയറിങ്, അതിന്റെ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലോഗോ, ടൊയോട്ടന്റെ ലോഗോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പുറകിൽ നിങ്ങൾക്ക് ആ ലോഗോ കാണാം. നേരെ ഇത്രയാണ് നമുക്ക് ടോമിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വന്നിട്ടുള്ളത്. അടുത്ത ബ്രാൻഡാണ് TSC. TSC ആണ് ഇത്. സ്പീഡ് കാർ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അതിന്റെ ഒരു 4 മോഡൽസ് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പരിചയപ്പെടുന്നത് ബുഗാട്ടി ഡിവിയോ. ഡിവിയോന്റെ നോക്കിയാൽ അടിപൊളി ഫിനിഷിങ്. ഈ ഡിവിയോന്റെ പ്രൈസ് വരുന്നത് 499 ആട്ടോ. 499 രൂപ ഡിവിയോന്റെ റേറ്റ് വരുന്നുള്ളൂ. ഇതൊക്കെ ഒഫീഷ്യൽ ലൈസൻസർ ആണ്. ഇപ്പൊ നേരെ അടുത്ത് വന്നാൽ ആസ്റ്റമാർട്ടിൻ വിന്റേജ്. ഒരു ഗ്രേ കളറാട്ടോ വരുന്നത്. ഭയങ്കര ഫിനിഷിംഗ് ആണ്. TSC ബ്രാൻഡാണ്, പുതിയ ബ്രാൻഡാണ്. പിന്നെ നേരെ നമുക്ക് അടുത്തുനിന്ന് ലംബോർഗിനി സിയാൻ നോക്കി, നല്ല ഫിനിഷിംഗ് ആട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് TSCന്റെ തന്നെ ആസ്റ്റമാർട്ടിൻ വാൾക്കൈൻ. നമുക്ക് എടുത്ത് പറയാം കേട്ടോ. നല്ല TSCയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. അതിന്റെ ഫിനിഷിങ് അടിപൊളിയാണ്. നമ്മൾ ആ ഒരു 499 രൂപയ്ക്ക് ഉള്ള അതിന്റെ ക്വാളിറ്റി, അതും ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ്. കണ്ടോ, ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇതാണ് ഇനി നമ്മളെ പ്രൈസ് റേഞ്ച് വരുന്നത്. TSC ബ്രാൻഡ് വരുന്നത് 499. പിന്നെ നേരെ നമുക്ക് ടോമിക്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോമിക്ക വരുന്നത് 599. പിന്നെ നേരെ നമുക്ക് ബുറാഗോന്റെ 1:64 സിഗ്നേച്ചർ സീരീസ്, അതിന്റെ പ്രൈസ് വരുന്നത് 699. ഇത്രയും മോഡൽസ് ആണ് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പരിചയപ്പെടാനും നിങ്ങൾക്ക് കാണാനും പർച്ചേസ് ചെയ്യാനും നമ്മളെ ഫ്രിസ്ബിന്റെ ഷോപ്പ് നിങ്ങൾക്ക് അറിയാലോ, കൊച്ചിയിലാണ് നമുക്ക് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.